ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഐക്കണിൽ ഓളും കൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഐക്കൺസ് വന്ന് നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. വാച്ച് ചെയ്താൽ മാത്രം പോരാ, ലൈക്കും ചെയ്യണം, അതുപോലെ കമൻസ് അറിയിക്കണം, ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുക, വീഡിയോസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൂന്തലാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല നാടൻ രീതിയിൽ ഈ കൂന്തൽ മൺചട്ടിയിൽ എങ്ങനെ വറ്റിച്ചെടുക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു 4 ചെറിയ ഉള്ളിയും കൂടി വേണം. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലോട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു വലിയ ജീരകം വറുത്ത് പൊടിച്ചതും. ഇനി ഇതിലോട്ടൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുടെ നീരും, വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ഒരു പുളിയുടെ ചാറ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഈ ഒരു മീനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ ഈ ഒരു മീൻ നന്നായിട്ട് കിടന്ന് കുക്കായി കിട്ടണം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലെയിമിൽ തന്നെ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇടയ്ക്കൊന്ന് തുറന്നുകൊണ്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരുപാടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ ഈ ഒരു ചാറ് നന്നായിട്ടൊന്ന് വറ്റി വരാനുണ്ട്. ഈ ഒരു ചാറോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എനിക്കൊന്നും കൂടെ വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു നല്ല വെളിച്ചെണ്ണയുടെ ആ ഒരു കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ആ ചൂടോട് കൂടെ തന്നെ ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് അടച്ചു വെക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും നല്ലതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ല്, നല്ല ഒരു കൂന്തളെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുള്ള നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു കൂന്തൽ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്